എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു സ്വിഫ്റ്റ് വന്നിട്ടുണ്ട്. റെഡ് കളർ ഡീസൽ വണ്ടി, നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലിയർ വണ്ടി. ബോഡിയെല്ലാം നോക്കിക്കോ, വലിയ സ്ക്രാച്ചൊന്നുമില്ല. ഫുള്ളായിട്ട് നോക്കിക്കോ, ബോഡി 4 സൈഡും ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാം വാച്ച് ആയിക്കോ. നല്ല വണ്ടി, നല്ല ക്ലിയർ ഉണ്ട്. പിന്നെ ഡീസൽ വണ്ടി അത്യാവശ്യം 20 മുകളിൽ മൈലേജ് കിട്ടും. പിന്നെ ഒരു ഫാമിലിക്കുള്ള പറ്റിയ വണ്ടി. നോക്കിക്കോ, പക്ക നീറ്റ് ആൻഡ് ക്ലിയർ. റെഡ് കളർ ഇതാ ഈ പ്രശ്നം കാണുമ്പോൾ തന്നെ നോക്കിക്കോ, ശ്രദ്ധിച്ചോ, ഇത്ര നീറ്റ് ഉണ്ട് വണ്ടി. അപ്പോൾ ഈ വണ്ടിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക. എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളടുത്തായിട്ട് വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി. ഫോട്ടോ ഡീറ്റെയിൽസെല്ലാം ഇതേ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അതുപോലെ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ വണ്ടിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഗ്രൂപ്പിലിടുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, AJ ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ആവാം. എൻ്റെ അടുത്ത് വരുന്ന എല്ലാ വണ്ടിൻ്റെയും പിന്നെ സ്ഥലം, വീട്, സ്ഥലം നിങ്ങൾ കാസർഗോഡ് സൈഡ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ആവാം. അതുപോലെ നിങ്ങളടുത്ത് വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ അറിയിക്കുക. ചെറിയ റേറ്റിന് റേറ്റ് വണ്ടി നോക്കിയിട്ട് റേറ്റിനനുസരിച്ചിട്ട് എടുക്കും. ബുക്ക് എന്നായിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പാർട്ടീൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ അറിയിക്കുക. ചില ഡയറക്റ്റ് പാർട്ടീൻ്റെ തന്നെ വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക. ഇതിൻ്റെ അകത്തെല്ലാം നോക്കും, ഇൻറ്റീരിയറല്ലോ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അത്ര നീറ്റുണ്ട് വണ്ടി. 2016 ഡീസൽ സ്വിഫ്റ്റിൻ്റെ വാല്യൂ അറിയുമല്ലോ, ഡീസലിൻ്റെ ഏറ്റവും മാർക്കറ്റുള്ള വണ്ടി. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കാം. വലിയ കിലോമീറ്റർ ഒന്നും ഓടിയിട്ടോ, ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിയാണ്. കിലോമീറ്റർ ജസ്റ്റ് കാണിക്കുന്നുണ്ട്, ഇതാ നോക്കിക്കോ. 92 ഓടിയാണ്. 2017. അപ്പോൾ 2017 ആകുമ്പോൾ വലിയ ഓട്ടം ഒന്നും ഓടിയിട്ടാ. വണ്ടി നല്ലുണ്ട്, നല്ല നീറ്റുണ്ട്. അകത്ത് ഇൻറ്റീരിയലായെങ്കിൽ പുറത്ത് ബോഡിയൊന്നും സ്ക്രാച്ചൊന്നുമില്ല വലിയ. പിന്നെ റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ഒന്നും എത്ര തന്നെ, ബാക്കിയെല്ലാം ക്ലിയർ ഉണ്ട്. ജസ്റ്റ് എന്തെങ്കിലും തേങ്ങാറ്റ കൊണ്ട് പൊട്ടിയിട്ടുണ്ടാവും. വേറെ എവിടെ റീപ്ലേസ് ആയിട്ടാണ്, ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ആയിരുന്നത്. അപ്പോൾ ബാക്കി എന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ വിളിക്കാൻ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വിളിച്ചാൽ മതി. വേറെ ഏതെങ്കിലും വണ്ടി നിങ്ങളെടുത്തുണ്ടെങ്കിൽ അറിയിക്കാം, നമ്പറിൽ വിളിച്ചിട്ട്. വണ്ടിൻ്റെ ഫുള്ളായിട്ട് നോക്കിക്കോ. എൻജിൻ റൂം ഫുള്ള് കാണിക്കുന്നുണ്ട്. അപ്രൂണ് കാര്യങ്ങൾ ക്രോസ് ബാറല്ലതാ, അപ്രൂണെല്ലാം ക്ലിയർ ഉണ്ട്. ജസ്റ്റ് പൊടിയുണ്ട് എൻജിൻ റൂമിൽ, വാഷാക്കിയാൽ മതി. ബാക്കിയുള്ള പക്കാ നീറ്റ്. ബമ്പറിലോ ചെറിയ പെയിൻ്റ് ആയിട്ടുണ്ടാവും, അത്ര തന്നെ. വേറെ റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി പക്ക ക്ലിയറാണ്. നോക്കിക്കോ, ഇങ്ങനെ ഫുള്ളായിട്ട് നോക്കിക്കോ. പിന്നെ എന്നുണ്ടെങ്കിൽ വിളിക്കുക, വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ അതുപോലെ നിങ്ങളടുത്ത് വണ്ടി ഉണ്ടെങ്കിൽ അറിയിക്കുക. നോക്കിക്കോ, അകത്തും എല്ലാ സൈഡും കാണിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ ലാങ്ങും എല്ലാം നീറ്റുണ്ട്. പിന്നെ വണ്ടിയിൽ നിങ്ങൾക്ക് വേറെ എന്ത് വലിച്ചുകൂടാക്കാനില്ല, വണ്ടി എടുത്തിട്ട് ഓടിക്കാം. ടയറായും അത്യാവശ്യമുണ്ട്, ടയർ കാണിക്കുന്നുണ്ട്. എന്താ പ്രൂഫ് സൈഡ് നോക്കിക്കോ, നല്ല ക്ലിയർ ഉണ്ട്. വണ്ടീൻ്റെ പ്രൂഫ് കണ്ടെങ്കിൽ മനസ്സിലാവും ഏകദേശം അകത്തുള്ള ക്ലിയർ കാര്യങ്ങളെല്ലാം. ഇൻറ്റീരിയൽ മാത്രം നോക്കിയിട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നോക്കി, ഇൻറ്റീരിയൽ അത്ര ക്ലിയർ ഉണ്ട്. AC നല്ല കൂളുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ടാൽ മനസ്സിലാവില്ല, വണ്ടി വന്നിട്ട് നോക്കിയിട്ട് യൂസ് ആക്കിയെങ്കിൽ അറിയും. കേരളം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇതാ എല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാ സൈഡും എല്ലാ ഓപ്ഷനും കാണിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നോക്കിക്കോ. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിലുള്ളത്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടിയുടെ ടയറിൻ്റെ പൊസിഷൻ കാണിക്കുന്നുണ്ട്, നോക്കിക്കോ. അപ്പോളോൻ്റെ ടയർ, പുതിയ ടയർ ഇതാ,
വണ്ടി നിങ്ങൾക്ക് എന്ത് പണിയില്ല വണ്ടിയിലിപ്പോൾ നിലവിൽ. വണ്ടി എടുത്തിട്ട് ഓടിക്കുക, അത്ര തന്നെ. ശരിക്കും ഓടിച്ചാൽ മതി. വേറെ എന്തോ എക്സ്ട്രാ ചിലവിടാനൊന്നുമില്ല. പണീൻ്റെ വേറെ പണിയൊന്നുമില്ല. ടയറിൻ്റെ പൊസിഷൻ നോക്കിക്കോ. എന്താ ജസ്റ്റ് ഓടിന് അത്ര തന്നെ. പുതിയ ടയർ പോളോൻ്റെ 4 ടയറും കാണിക്കുന്നുണ്ട്. എല്ലാം ഫുള്ളായിട്ട് നോക്കിക്കോ. പിന്നെ അതിന് വണ്ടി വന്നിട്ട് നോക്കാനാക്കണ്ട, എല്ലാം ഇതേ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഫുള്ള് വാച്ചാക്കിയെങ്കിൽ ഏകദേശം വണ്ടിൻ്റെ കണ്ടീഷനിൽ അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വന്നിട്ട് നോക്കിയിട്ട് വണ്ടി കൺഫേം ആക്കിയാൽ മതി. എന്താ ടയറിൻ്റെ പൊസിഷൻ നോക്കിക്കോ. ബാക്കി ടയറിനെ നോക്കിയില്ല. ടയർ 4 നല്ല ടയർ. പിന്നെ ടയറിനെ പറ്റി ചിന്തിക്കാനേ ഇല്ല. ബാക്കി എന്ത് ഈ വണ്ടിയിൽ അറിയാനുണ്ട്, എന്തറിയാനുണ്ടെങ്കിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. ഈ നമ്പറിൽ ഏത് ടൈമിന് വേണമെങ്കിൽ വിളിക്കുക. പിന്നെ റേറ്റ് 4.30 പറഞ്ഞത് റേറ്റ്. അത് മാക്സിമം അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടും. റേറ്റ് നോക്കണ്ട നിങ്ങൾ. റേറ്റ് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ആയിട്ട് മേങ്ങാം. പിന്നെ വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.